Shemara Handilia Sekeria Shudani Andala Ladana Mantuno Zafana Handiala Lobo Shemesiada. Fire down in my soul that I can't contain, that I can't control. I want more of you, God. I want more of you, God. So set a fire down in my soul that I can't contain, that I can't control. I want more of you, God. I want more of you, God. So set a fire down in my soul that I can't contain, that I can't control. I want more of you, God. I want more of you. So set a fire down in my soul that I can't contain, that I can't control. I want more of you. No place I'd rather be. No place I'd rather be. No place I'd rather be than here in your love, here in your love. No place I'd rather be. No place I'd rather be. No place I'd rather be than here in your love, here in your love. So set a fire down in my soul that I can't contain, that I can't control. I want more of you, God. Yes, I want more of you, fire God. down in my soul that I can't Lana Masandilana Sodefana. We want More of you, God. Take it by force. Haina Sandala Bozabra. Honanse. We love you, Jesus. with your fire. Kana Seteria. Consume me with your love. Heluna Vasandiana Zeveria. With your fire. Mekunaya na uzave Menua Zaveria. Tanuzena. Tanuzena Yusefula. Kaino Masuferia Tulanama. More of you, God. We want more of you, God. So set a fire down in our souls that we can't contain, we can't control. We want more of you, God. Would you burn within? Would you burn within me with your consuming love, with your consuming love, with your consuming love, consuming fire? Would you burn within Hallelujah. Hallelujah. and break down the walls inside of me, God? This is glorious. ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 32 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 32 വാക്യം എടുക്കുക. അല്പസമയം കർത്താവിൻ്റെ വചനത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞാൻ മലയാളത്തിലാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക. ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ ഈ കാലഘട്ടത്തിൽ ദൈവം അനേക അഭിഷിക്തന്മാരെ, ദൈവം അനേക ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ പല ഇടങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്.
ഈ ഒരു സമയത്തിൽ പരിശുദ്ധാത്മാവിനോട് കൂടി എത്രത്തോളം അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കുന്നത് ദൈവസഭയ്ക്ക്, സഭകൾക്ക്, വ്യക്തിത്വങ്ങൾക്ക് അതൊരു ഭയങ്കര ദൈവരാജ്യത്തെ എക്സ്പാൻഷൻ ചെയ്യാനുള്ളൊരു വലിയൊരു ഒരു കീ ആയി മാറും. കർത്താവിനോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ എവറി ഡേ, എവറി സിംഗിൾ ഡേ, ആൻഡ് ടു ബി ക്ലോസർ വിത്ത് ഗാഡ്. ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കുക. റൈറ്റ്. സോ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. So I just want to read you from the book of Luke chapter number 24 and verse number, എൻ്റെ ശുശ്രൂഷ ഇന്ന് മലയാളത്തിലായിരിക്കും, ഡോണ്ട് വറി. 33, Luke 24 and 33. And they got up that very hour and went back to Jerusalem. And 32. And they said to one another, were not our hearts burning with us while he was talking with us on the road and opening the scriptures to us? യെരുശലേമിൽ നിന്നും 2 വ്യക്തികൾ, യേശുവിൻ്റെ 2 ശിഷ്യന്മാർ, രഹസ്യ ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോവുകയാണ്. അവരതിന് മുമ്പ് കേട്ട കാര്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ പറയുന്നു, ചില സ്ത്രീകൾ ഓടി വന്നിട്ട് പറയുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, യേശു കർത്താവിൻ്റെ ഡെഡ് ബോഡി കാണാനില്ല. ഇങ്ങനെ യെരുശലേമിൽ വലിയൊരു കൺഫ്യൂഷൻ നടക്കുന്ന സമയമാണ്. ഈ കൺഫ്യൂഷൻ നടക്കുന്ന സമയത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ യെരുശലേമിൽ ഇരിക്കണം, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. ഏകദേശം 500ഓളം പേര് ഗലീലിയ കടലിൻ്റെ കരയിലുണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞ് യെരുശലേമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, യെരുശലേമിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. അത് വരാതെ നിങ്ങൾ യെരുശലേം വിട്ട് ഒരു വഴിക്ക് നിങ്ങൾ പോകരുത്. അവിടെയാണ് ദൈവം നിങ്ങളുടെ ആത്മാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങളുടെ തലമുറകളെ തൊടുവാനുള്ള, അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളായിട്ടുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണം വരുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതല്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില ജിയോഗ്രാഫിക്കേഷൻ ലൊക്കേഷനുകളുണ്ട്. യാക്കോബ് അവൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വീട് വിട്ട് അവൻ ലൂസിൽ വരികയാണ്. ലൂസിൽ വെച്ചാണ് യാക്കോബിനെ ബഥേൽ, അവനെ ഇസ്രായേലാക്കി മാറ്റി. ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി, അവൻ്റെ പേര് മാറ്റി. അവൻ ഇസ്രായേലായി മാറി. അവിടുത്തെ സ്ഥലം അത് ബഥേലായി മാറി. ഇതെല്ലാം ആ ജിയോഗ്രാഫിക്കേഷൻ ലൊക്കേഷനിൽ അവൻ വരുമ്പോഴാണ്. അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം, സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവനൊരു കല്ലെടുത്ത് വെച്ച് തലയിണയായി വെച്ച് അവിടെ പാർത്തു. അവൻ അവിടെ കിടന്നുറങ്ങി. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാര് യാക്കോബിൻ്റെ മുൻപിൽ വെളിപ്പെടാൻ തുടങ്ങിയത്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എത്തേണ്ടുന്ന സ്ഥലത്തിലേക്കുള്ള വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എവിടേക്കാണോ എത്തേണ്ടുന്നത്, എവിടെയൊക്കെയാണോ നിങ്ങൾ എത്തിപ്പെടേണ്ടുന്നത്, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ മാരേജിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം അങ്ങനെ ഒരു ഗ്രേസ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ റിലീസാക്കുകയാണ്. അത് സംഭവിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടാണ് ഞാൻ അമേരിക്കൻ എംബസിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് നിന്ന ഷർട്ട്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഗ്രേസ് നിങ്ങളുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ
അതതുപോലെ സംഭവിക്കട്ടെ. സോ എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ 32-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ വലിയൊരു ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും തീരുമാനിച്ചു, ഇനി യെരുശലേമിൽ നിന്നിട്ട് കാര്യമില്ല. യെരുശലേമിനകത്ത് വലിയ കൺഫ്യൂഷൻ പോവുകയാണ്. ഉണ്ടായിരുന്ന ഒരു ലീഡർ, യേശു കർത്താവ് മരിച്ചു. യേശുവിൻ്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന് അറിയത്തില്ല. ചിലർ പറയുന്നു പ്രത്യക്ഷപ്പെട്ടെന്ന്, ചിലർ പറയുന്നു കാണാനില്ല, ചിലർ പറയുന്നു, പലരും പല അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ രണ്ടുപേരും കൺഫ്യൂഷനായി. അവർ ഒരു കാര്യം തീരുമാനിച്ചു. അവർ എമ്മൗസിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറായി. അവർ എമ്മൗസിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക്. ഇത് വചനം പഠിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു ആഴമേറിയ ഒരു സബ്ജക്റ്റാണ്. അവർ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് അവർ നടക്കുകയാണ്. ഈ നടന്നു പോകുന്ന വഴിയിൽ യേശു കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. യേശു കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് യേശു കർത്താവ് അവരോട് സാധാരണ ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുകയാണ്. ഈ കർത്താവ് ചലിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ചലനം വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ആത്മീക മെച്യൂരിറ്റി നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം, തലമുറകളുടെ മേൽ എന്താണ് ദൈവം പകരുന്നതെന്നും പിതാക്കന്മാർ എന്താണ് ചെയ്യുന്നതെന്നും ചെയ്തതെന്നും തലമുറകൾ എന്താണ് ചെയ്യുന്നതെന്നും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നും എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇല്ലാതെ ഒരിക്കലും പോകരുത്. സോ ഈ രണ്ടുപേരും യേശുവിനെ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് അവർ. പക്ഷെ ഇവിടെ പറ്റിയൊരു കാര്യം, ഇവർ ആ കാലഘട്ടത്തെയും സമയത്തെയും തിരിച്ചറിയാതെ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോവുകയാണ്. എമ്മൗസ് എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥലമായിരുന്നില്ല. എമ്മൗസിലേക്ക് ഇവർ പോവുക. എന്നാൽ ഈ പോയ വഴിയിൽ ഇവരുടെ മേലിൽ ദൈവം ഇട്ടിരുന്ന ആ വിളിയെ, ആ വിളിയുടെ ഒരു പവറായിരിക്കാം യേശു കർത്താവ് ഡയറക്റ്റായിട്ട്. ഇവർ യേശു കർത്താവിൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാരല്ല ഒരിക്കലും. ഇവർ യേശു കർത്താവിൻ്റെ രഹസ്യ ശിഷ്യന്മാരാണ്. എന്നിട്ട് പോലും യേശു കർത്താവ് ഇവരെ പിന്തുടരുകയാണ്. ഈ ദൈവ വിളി കേട്ടിട്ട് ദൈവ വഴി തെറ്റിപ്പോയവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നീ വേണ്ടെന്ന് പറഞ്ഞ് മതിയാക്കി പോയാലും നിന്റെ അകത്ത് കിടക്കുന്ന വിളി നിന്നെ വിടത്തില്ല. That's true. കർത്താവെ, ഞാൻ മടുത്തു, എനിക്കിനി പറ്റത്തില്ല. നിന്റെ അകത്തിരിക്കുന്ന വിളി പറയും, എനിക്ക് നിന്നെ കൂടാതെ ഒരു സംഭവം ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. നീ ഒരു യോദ്ധാവാണ്. നീ ഒരു യോദ്ധാവാണ്. നിന്റെ കൈകളെ നോക്ക്. കർത്താവ് നിന്നെ അഭ്യാസം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഏതഭ്യാസം? ആത്മാവിൻ്റെ അഭ്യാസം. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ എൻ്റെ കൈകളെ ഒരു ആയുധം പിടിക്കത്തക്ക തരത്തിൽ എന്നെ ഒരു ആയുധക്കാരനാക്കി മാറ്റി. എന്നെ അവൻ പണിത് യുദ്ധത്തിന് വേണ്ടി വെച്ചേക്കുകയാണ്. കർത്താവിൻ്റെ വചനം മറ്റൊരു ഭാഗത്തിൽ പറയുന്നു, അവൻ എന്നെ പൂണിയിലെ അമ്പാക്കി എന്നെ വെച്ചേക്കുക. How can you run away from the presence of the living God? നിനക്ക് എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഇട്ടിട്ടോടാൻ പറ്റും? ഇവരുടെ അകത്തിരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെ അകത്ത് ഒരു മഹാവിളി കിടപ്പുണ്ട്. ആ വിളി എന്ന് പറയുന്നത് യെരുശലേമിൽ തീ കത്തിക്കുക. 120 പേരുടെ കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരും കാണും. ഈ രണ്ടുപേര് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ 120 പേര് 118 പേരായനെ. എന്നാൽ ദൈവത്തിനൊരു നിയോഗം ഉണ്ടായിരുന്നു, ഈ രണ്ടുപേരെ കൂടെ ഓടിച്ച് അതിനകത്ത് കൊണ്ട് കയറ്റിക്കണം. ദൈവം ചിലരെ നീ വേണ്ടെന്ന് പറഞ്ഞു മതിയാക്കി പോയ ആ സാഹചര്യത്തിനകത്ത് നിന്നും ദൈവം നിന്നെ തിരിച്ചു പിടിക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല ഈ വചനം ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. നിങ്ങളോട് ഇത് ദൈവത്തിൻ്റെ ദൂതാണെങ്കിൽ അത് ഏറ്റെടുത്ത് ആമേൻ പറയുക. ഇത് വെറും ഒരു വചനമോ ചെറിയൊരു വീഡിയോ ക്ലിപ്പോ അല്ല. ഇത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകത്തിൻ്റെ പകർച്ചയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം
ദാവീദ് രാജാവായി കാട്ടിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. കാട്ടിൽ വെച്ചല്ല, അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സഹോദരന്മാരുടെ അപ്പൻ്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അവനെ രാജാവാക്കി മാറ്റി. രാജാവിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ വന്നു. എന്നാൽ ആ ഒരു രാജകീയ അഭിഷേകം ഹെബ്രോനിൽ വന്നപ്പോൾ അടുത്തൊരു അഭിഷേകം അവൻ്റെ മേൽ വരികയാണ്. എനിക്ക് തോന്നുന്നു വചനം പഠിക്കുകയാണെങ്കിൽ 2 or 3 തവണ ദാവീദിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഹെബ്രോണിൽ വെച്ച് അടുത്തൊരു അഭിഷേകം വന്നപ്പോഴാണ് അടുത്ത 33 വർഷം യെരൂശലേമിൽ രാജാവാകാനുള്ളൊരു പദവിയും ആ ഒരു പുതപ്പും അവൻ്റെ മേൽ വീണത്. ജിയോഗ്രാഫിക്കേഷൻ, ആ ലൊക്കേഷനുകൾ, ഈ രണ്ടുപേരും യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരേകദേശം എമ്മൗസിൽ എത്താറായി. കർത്താവിന്റെ വചനം പറയുന്നു, 22ാമത്തെ വാക്യം പറയുന്നു, കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. അവർ യേശുവിനോട് പറയുകയാണ്, ആരാ? അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നും പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഓക്കെ, ഞങ്ങൾ പേടിച്ചു പോയി. സ്വർഗീയ ദർശനം കണ്ട കാര്യം പറഞ്ഞപ്പോൾ പേടിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ദർശനം ഇവര് കണ്ടാൽ എത്രയധികം പേടിക്കും? കമോൺ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. യേശു കർത്താവിന്റെ ബോഡി അവിടെ കാണാനില്ല. ഇതെല്ലാം ആരോടാ പറയുന്നത് അറിയാവോ? യേശുവിനോടാ പറയുന്നത്. They were not aware about the season, what they are. They don't know to whom they are talking. അവരാരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കില്ല. എല്ലാവരോടും ഒരുപോലെ പെരുമാറരുത്. എല്ലാവരും ഒരുപോലെ ഉള്ളവരല്ല. എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ, എല്ലാ പാസ്റ്റർമാരെയും, എല്ലാം അപ്പോസ്റ്റലന്മാരെയും, there are some people, എന്നാൽ അവരുടെ അകത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ടവരുണ്ട്. അവരെ തൊട്ടുപോകരുത്. എന്നെ കേൾക്കുന്നുണ്ടോ? Wow, this is amazing. എന്താ അവര് ആരാന്നറിയാം, സംസാരിച്ചെന്നറിയാവോ? അവരുടെ അകത്തൊരു കത്തലുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയാണ്. എന്നാൽ അവരുടെ അകക്കണ്ണ് അടഞ്ഞു കിടക്കുക. റൈറ്റ്? അയ്യോ അവൻ അവരോട്, ആരവരോട്? യേശു കർത്താവ് അവരോട്. 25ാമത്തെ വാക്യം പറയുന്നു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കമോൺ. യേശു കർത്താവ് അവരോട് പറയുകയാണ് 25ാമത്തെ വാക്യത്തിൽ, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, യു ഫൂളിഷ്. What's that in English? Let's go down there. Okay? We're going part 2 Kasia. Then Jesus said to them, oh foolish man. What a tragedy, huh? And slow of heart to trust and believe in everything that the prophets have spoken. This is an amplified version, one of my favorite Bible, okay? So the Bible says, slow heart to trust everything and to believe everything what the prophets have spoken. പ്രവാചകന്മാർ പറഞ്ഞതിനെ വിശ്വസിക്കാൻ താമസിച്ചവരെ, ആരില്ലയോ ഫൂളിഷ് ആൾക്കാരെ. ഇവരാരെ വിശ്വസിക്കുന്നതെന്ന് അറിയാവോ? യേശുവിനെയാണ്. ഇവർ യേശുവിനെ ഫോളോ ചെയ്യുക. യേശു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ജീവനാണ്, യേശുവിന്റെ ശിഷ്യന്മാരാണ്. എന്നാൽ ആ മാസ്റ്റർ തന്നെ ഇവരെ വിളിക്കാൻ നിങ്ങൾ ഫൂളിഷാണ്. Why? Because they couldn't see the man they are following him. To whom you are following. നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഒരു ആത്മീക പിതാവ് ഉണ്ടായിരിക്കണം. ആത്മീയ പിതാവിൻ്റെ ആത്മീക പൊസിഷനുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. ആത്മീയ പിതാവിനെ കയറി അച്ഛാന്നും ബ്രദറെന്നും വിളിക്കരുത്. That's wrong. അങ്ങനെ വിളിക്കരുത്. അച്ഛ, ബ്രദർ, pastor, no. That's your spiritual father. Call him father. Call him father. What's wrong with you? Call him father and honor him and respect him. സ്നേഹിക്കുക, ബഹുമാനിക്കുക. Stand with them. So ഇവർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിനോട് ബഹുമാനമാണ്. എന്നാൽ യേശു കർത്താവ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശു കർത്താവ് സംസാരിക്കുന്നുണ്ട്, യേശു കർത്താവ് വചനങ്ങളെ പറയുന്നുണ്ട്. ഇവർക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല.
പലർക്കും നിങ്ങളെ ഇന്നു വരെ പിടികിട്ടിട്ടില്ല. Why? Because you are a spirit man, they are still in the fleshly realms. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. കാരണം അവരിന്നും ആ ജഡത്തിന്റെ തലത്തിൽ ചിന്തിക്കാനും മെഷർമെന്റുകൾ ചെയ്യാനും നിങ്ങളെ ശ്രമിക്കുന്നു. And you are keep moving in the spirit. നിങ്ങൾ സ്പിരിറ്റിൽ, ഹോളി സ്പിരിറ്റിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നു. That's all. A simple difference. That is a huge difference. Okay? Now the Bible says, this is amazing. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ മുതൽ ഉള്ള കാര്യങ്ങൾ യേശു കർത്താവ് അവരോട് പ്രസംഗിക്കുകയാണ്. യേശു കർത്താവിൻ്റെ പ്രസംഗം മോശ മുതൽ തുടങ്ങുകയാണ്. അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, അതിനകത്ത് യോശുവ കാണും, അതിനകത്ത് പല 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 സംഭവങ്ങൾ കാണും, അത്ഭുതങ്ങൾ യാഹുവേ കാണും. എല്ലാ കാര്യങ്ങളും അവരോട് വെളിപ്പെടുത്തും. വ്യാഖ്യാനിച്ച് വെറുതെ പറഞ്ഞു പോകുമല്ല, വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട്. ചെറിയൊരു സെന്റൻസ് ആയിട്ട് പറയുകയല്ല, അതിനെ പാരഗ്രാഫായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. റൈറ്റ്? അവർ പോകുന്ന ഗ്രാമത്തോട് എടുത്തപ്പോൾ, എവിടെ? എമ്മൗസ്. അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവന് ഇനി പോകാൻ അവന് ആവശ്യമില്ല. അവൻ പോകുന്ന ഭാവം കാണിച്ചിട്ട് അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർ ആ വീടിനകത്തോട്ട് കയറി. എമ്മൗസിൽ ആ വീട്ടിനകത്തോട്ട് കയറി ആഹാരം കഴിക്കാൻ വേണ്ടി, ഫ്രഷപ്പായി ആഹാരം കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് അവരുടെ വീടാണ്. എന്നിട്ട് യേശു കർത്താവ് ചെന്നിട്ട് അപ്പം എടുത്തിട്ട് അവർക്ക് വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. When the anointing comes, the leadership change. ഇത് അവരുടെ വീടാണ്. അപ്പം എവിടെ ഇരിക്കുന്നെന്ന് അവർക്കറിയാം. അവരാണ് വിളമ്പി യേശുവിന് കൊടുക്കേണ്ടത്. യേശു അവരുടെ ഗസ്റ്റാണ്. എന്നാൽ ഗസ്റ്റ് അകത്ത് ചെന്ന് ഓടിച്ചെന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവൻ അനുഗ്രഹിച്ച്, കർത്താവിന്റെ വചനം പറയുന്നു, അപ്പം എടുത്ത് അനുഗ്രഹിച്ച് എന്നെ അവർക്ക് കൊടുത്തു. ഓക്കെ? യേശു കർത്താവ് മുമ്പ് അപ്പം എടുത്ത് അനുഗ്രഹിച്ചു കൊടുത്തത് യേശു കർത്താവിനെ പിടിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് നുറുക്കി കൊടുത്തു. ഇപ്പോൾ 2 ശിഷ്യന്മാർക്ക്, യേശുവിൻ്റേതല്ലാത്ത എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന 2 ശിഷ്യന്മാർക്ക് വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. വാവ്! അതൊരു സാധാരണ ഡിന്നർ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ഹെവൻലി ഡിന്നർ. ആമേൻ. ഇറ്റ് വാസ് എ ഹെവൻലി ഡിന്നർ. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അറിഞ്ഞു എന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കര ആഴമേറിയതാണ്. അറിഞ്ഞു എന്ന വാക്കിൻ്റെ അർത്ഥം, ദ ബൈബിൾ സേസ്, കർത്താവിൻ്റെ വചനം പറയുന്നത്, ആഡം ന്യൂ ഈവ് മീൻസ് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി he knew Eve. The same way, അപ്പം കഴിച്ചപ്പോൾ അവർ അവനെ അറിഞ്ഞു. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി അറിഞ്ഞു. അവൻ്റെ ശരീരത്തോട് ഇവർ ഒന്നായി തീരുന്നൊരു പ്രക്രിയ അവിടെ ആത്മാവിൽ സംഭവിക്കുക. അവർ അവനെ അറിഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അറിഞ്ഞാൽ നിങ്ങളെ പലർക്കും പിടികിട്ടാത്തത് നിങ്ങളുടെ ആത്മീക പൊസിഷൻ അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ അറിയാൻ പറ്റാത്തത്. നിങ്ങൾ 5 വർഷം അവരുടെ ഒരു താമസിച്ചാലും, 10 വർഷം താമസിച്ചാലും, 20 വർഷം താമസിച്ചാലും, 1 ദിവസം താമസിച്ചാലും നിങ്ങളെ അറിയണമെന്നില്ല. Why? Because their eyes are blind. അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നത് 31-ാമത്തെ വാക്യം, ഉടനെ അവരുടെ കണ്ണ് തുറന്നു. കണ്ണുകൾ അല്ല, കണ്ണ് തുറന്നു മീൻസ് ആത്മക്കണ്ണ്. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷമായി. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന്റെ അസൈൻമെന്റ് കഴിഞ്ഞു, അപ്രത്യക്ഷമായി. അടുത്ത വചനം പറയുന്നു 32-ാമത്തെ വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ ഇപ്പൊ തിരിച്ചറിയുകയാണ്. അവൻ നമ്മോട് കൂടെ ആയിരുന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞതല്ലേ. അവൻ നമ്മോട് കൂടെ ആയിരുന്നപ്പോൾ, കമോൺ, നിന്നെ ഇന്നറിയാത്തവർ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ. Come on, am I talking to somebody?
നിങ്ങളെ ഇന്ന് മനസ്സിലാക്കാത്തവർ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും. അതിനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ എന്നും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. Come on somebody. ഓക്കെ, 33-ാമത്തെ വാക്യം പറയുന്നു, അവൻ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പം കഴിച്ച് തീർത്ത് കാണാതിരിക്കാം. അവർ എഴുന്നേറ്റ്. യേശു കർത്താവ് അപ്രത്യക്ഷമായി. ഇനി അവർക്ക് ആ വീട്ടിൽ തങ്ങണ്ട. ഒരുപക്ഷെ രാത്രിയായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു യെസ്, രാത്രിയാണ്. കർത്താവിന് നേരത്തെ പറഞ്ഞത് നേരം വൈകി അസ്തമിക്കാറായല്ലോ. ആ രാത്രി തന്നെ ഇവര് തിരിച്ച് എവിടെ പോവുകയാണ്? കർത്താവിൻ്റെ വചനം പറയുന്നു യെരൂശലേമിലേക്ക് പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയിൽ സംഭവിച്ചത് ഓക്കെ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ശീമോന് പ്രത്യക്ഷനായി ഇന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയും അവർക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം. അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ഞാനൊരു പദമെടുക്കുകയാണ്. അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. യേശു കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ അകത്ത് തീ കത്തിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവൻ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ സ്നാനപ്പെടുത്തും. അവൻ്റെ വാക്കുകൾ ഇവരുടെ ആത്മാവിൻ്റെ അകത്ത് തീ കൊടുക്കുന്നതായിരുന്നു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ തീയെ കെടുത്തുന്നവരെ മാറ്റി നിർത്തുക. നിങ്ങളുടെ തീയെ കത്തിക്കുന്നവരുമായി കൂട്ടുകൂടുക. ചില വർഷങ്ങൾക്ക് മുൻപ് എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. തീ കത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നോടുക, തീ കെടുത്തുന്നവരെ ബ്ലോക്ക് ചെയ്യുക. ഞാൻ ചെയ്തു. സോറി, ഐ ഹാവ് ടു. ഞാനത് ചെയ്യണം. എന്തിന്? എൻ്റെ തീയെ നിലനിർത്താൻ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ എനിക്ക് ഓടാൻ, എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ, എന്നോട് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വാസത്തിൽ നേടിയെടുക്കാൻ, മുൻപോട്ട് പോകുവാൻ, ദൈവരാജ്യത്തെ പണിയാൻ, പ്രവചനങ്ങളുടെ നിവർത്തീകരണം കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ, അതിൽ ചവിട്ടാൻ, ഓടാൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ആ തീ പിടിച്ച് അവരുടെ ഉള്ളത്തിൽ തീ പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് എമ്മൗസിലുള്ള കൊട്ടാരം വേണ്ട. എമ്മൗസിൽ എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും അവർക്ക് വേണ്ട. എമ്മൗസിൽ എത്ര വലിയ എന്താ പറയുക മാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ട. അവർക്ക് യെരൂശലേമിൽ പോയാൽ മതി. എന്തിനാ യെരൂശലേമിൽ പോകുന്നതെന്നറിയാവോ? അവിടെ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങളുടെ സഭകൾ നിങ്ങൾ തുലനം ചെയ്യുക. നിങ്ങളുടെ സഭകൾ നിങ്ങൾ വിലയിരുത്തുക. പരിശുദ്ധാത്മാവുള്ള സ്ഥലമാണോ? പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളുള്ള സ്ഥലമാണോ? ആ ദൈവത്തിൻ്റെ അഭിഷിക്തൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? ഇല്ലെങ്കിൽ move on. There is no other way. And move on. Get into the place where there is the Holy Spirit. And say to the Lord, Lord, I am here and fill me. 120 പേരുടെ കൂട്ടത്തിലേക്ക്, 118 പേരുടെ കൂട്ടത്തിലേക്ക് ഈ 2 പേരും കൂടെ ഓടിച്ചെന്ന്. എന്തിനാണെന്നറിയാവോ? യേശുവിൻ്റെ ഒരൊറ്റ പ്രസംഗം, മോശ മുതൽ തുടങ്ങിയുള്ള യേശുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പും വരെ യേശു കർത്താവ് തന്നെ നിന്ന് പ്രസംഗിക്കുകയാണ്. മറ്റൊരു വ്യക്തികളുടെ പ്രസംഗം കേട്ടിട്ടല്ല ഇവർ യെരൂശലേമിലേക്ക് ഓടിപ്പോയത്. യേശു കർത്താവിൻ്റെ തന്നെ പ്രസംഗം കേട്ടിട്ട് ഇവർ യെരൂശലേമിലേക്ക് ഓടുക. എന്തിനാണെന്നറിയാവോ? 118 പേരുടെ കൂട്ടത്തിൽ ഇവരും കൂടെ കയറി ചെന്നു. 120 പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ തീപ്പന്തങ്ങളായി പല ദേശങ്ങളിൽ, പല ഭാഷക്കാരുടെ ഇടയിൽ. ഹല്ലേലൂയ. തീ പിടിച്ച തോമാസ് കേരളത്തിൽ വന്ന് തീ കത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ, നിങ്ങളുടെ അകത്ത് ഈ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. തീ കത്തുന്ന ബന്ധങ്ങൾ, തീ കത്തുന്ന വ്യക്തികൾ, തീ കത്തുന്ന മെസ്സേജുകൾ, തീ കത്തുന്ന മ്യൂസിക്കുകൾ, തീ കത്തുന്ന എഴുത്തുകൾ, തീ കത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
Hala katayana veribianda. Ina viantino gosta veribianda. Parahati libiambra. Handulianda. Stekola. Ilokosh maratalama. നിങ്ങളുടെ അകത്ത് തീ പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ പിടിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ എൻ്റെ അകത്ത് തീ കത്തിക്കണമേ. എൻ്റെ മക്കളുടെ അകത്ത് തീ കത്തിക്കണമേ. എൻ്റെ തലമുറകൾ വഴി പിഴച്ചു പോകാതെ അവരുടെ അകത്ത് തീ കത്തട്ടെ. ഷാലാബ ഹതാരാബ ഉഠാമന സന്ധായല റബൂസ ഫെരറ്റിനിയാങ്ക ടോനോസ ടോനോസ ഐഡിനിയാന്ദ റബൂസ ഫെരനിയാന്ദ. ശദ്രക്ക് മേശക് അബേദ്നെഗോ അവരുടെ അകത്ത് സ്വർഗത്തിലെ തീ ഉണ്ടായിരുന്നു. അവരുടെ അകത്ത് കത്തുന്ന മറ്റൊരു തീ ഉണ്ടായിരുന്നു. ആ തീ രാജാവിന്റെ തീയെ ഒഴുകി കളഞ്ഞു. ആ തീ രാജാവിന്റെ തീയെ ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എത്ര തീ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളുടെ തീ പുറത്തു വന്നിരിക്കും. എന്നെ കേൾക്കുന്നുണ്ടോ? Come on, somebody shout hallelujah. Can I see some fire emojis? ഈ തീയുടെ സിംബലുകൾ ഇതിനകത്തോട്ട് ഇടുക, നിങ്ങൾ കാണട്ടെ. Hallelujah. Shama hatala basianda. Ekana endilivianda. Rabosa feretianda. Ratalaba. അവരുടെ അകത്ത് തീ കത്താൻ തുടങ്ങി. റോഡി 120 പേരുടെ കൂട്ടത്തിൽ ഇവരും പങ്കാളിയായി തീർന്നു. പല ഭാഷക്കാരുടെ ഇടയിൽ കർത്താവിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവരെല്ലാവരും ഒരു മനസ്സോടെ ഇതെല്ലാം കേട്ട് പറഞ്ഞ് യേശു കർത്താവ് എഴുന്നേറ്റു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് ഒരു മനപ്പെട്ട് ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ, അവരുടെ അകത്ത്, അവരുടെ ഇടയിൽ വെളിപ്പെട്ടു. തീജ്വാല പോലെ വെളിപ്പെട്ടു. അവരുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങി. അവരുടെ തലമുറകൾ, ഞാൻ വിശ്വസിക്കുന്നു, അവരുടെ തലമുറകൾ മാറാൻ തുടങ്ങി. അവരുടെ രീതികൾ മാറാൻ തുടങ്ങി. അവരുടെ സംസാരങ്ങൾ മാറാൻ തുടങ്ങി. അവരുടെ മെന്റാലിറ്റികൾ മാറാൻ തുടങ്ങി. അവരുടെ ഇടപെടലുകൾ, പഴയ തമാശകൾ, കോമഡികൾ. ഞാൻ എപ്പോഴും പറയും, 10 പൈസയ്ക്ക് വിലയില്ലാത്ത പഴയ കോമഡികൾ അടിക്കരുത്. ആ കോമഡികൾ അടിക്കുന്നവർ ആ പഴയ പഞ്ചായത്തിൽ തന്നെ കിടക്കുകയാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? തികഞ്ഞ സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഓ മേക്ക് എ മെലഡി ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിഗീതങ്ങളാൽ കർത്താവിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോവുക. ആ കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുവാൻ ശക്തനാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? കർത്താവ് ഭയങ്കര സർവശക്തനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള സാധാരണ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമില്ല. ഒരു കാര്യം, എത്ര വലിയ പ്രശ്നമെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് കഴിയാത്ത, നിങ്ങൾ ഒരുപക്ഷെ പ്രായത്തിൽ ചെറുതായിരിക്കാം, നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് കാണത്തില്ല, എന്നാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം, എന്നാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, ഇതിനെ മലകളെ നീക്കി കടലിൽ കൊണ്ടിടാൻ പറ്റും. മലകളെ നീക്കി കടലിൽ കൊണ്ടിടാൻ പറ്റും. ഹല്ലേലൂയ. എന്തിനാ യേശു കർത്താവ് അത് പറഞ്ഞെന്നറിയോ? യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസം, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ അത് കടലിൽ പോയി താണു പോകാം. അത് കടലിൽ പോയി താണുപോയി. എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ഇരുളിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല പോലെയുള്ള വിഷയം ചാടിച്ചെന്ന കടലിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇത് കടലിനകത്തോട്ട് താണുപോകും. എത്ര വലിയ മലകളാണെങ്കിലും വിഴുങ്ങാനുള്ള ആഴമേറിയ സ്ഥലങ്ങൾ കടലിലുണ്ട്. എത്ര എവറസ്റ്റ് ആണെങ്കിലും താണുപോകും. എവറസ്റ്റാണ് ഏറ്റവും വലുത്, 8000 സംതിങ് ആണ് അതിൻ്റെ ഹൈറ്റ്. അതുപോലും താഴ്ത്തി കളയുവാനുള്ള കപ്പാസിറ്റി കടലിനുണ്ട്. ഇത് താണു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം പറയുന്നത്, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ഇരുളിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. ഈ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. എടാ, നിന്റെ മലയെ ചാടി കടലിൽ ഇടാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെള്ളം ചലിക്കും. അതിൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവിന് ചലിക്കാൻ എളുപ്പമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക. അത് ഏറെ നാൾ കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മീതെ എന്തുവാ കിടക്കുന്നത്? പരിശുദ്ധാത്മാവ്. വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മേലിലോട്ട് നിന്റെ ജീവിതത്തെ ഇട്ട് കൊടുക്കുക, നിന്റെ ബിസിനസ്സിനെ ഇട്ട് കൊടുക്കുക, നിന്റെ തലമുറകളെ ഇട്ട് കൊടുക്കുക, നിന്റെ മാതാപിതാക്കളെ ഇട്ട് കൊടുക്കുക, നിന്റെ മിനിസ്ട്രിയെ ഇട്ട് കൊടുക്കുക, നിന്റെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ഇട്ട് കൊടുക്കുക. എങ്ങോട്ട്? വെള്ളത്തിൽ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക. എന്തിനാ വെള്ളത്തിന്റെ മീതെ എറിയുന്നത്? വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ചലിക്കുക. പരിശുദ്ധാത്മാവിലോട്ട് നീ ഇട്ട് കൊടുക്കുക. Can I go a little deeper?
ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിലോട്ട് പോട്ടെ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. ഈ കറൻസി എന്ന വാക്കിൻ്റെ അർത്ഥം, കറൻസി അത് കറണ്ട്, ആ വാക്ക് വരുന്നത് വെള്ളം. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് വാട്ടർ. അത് വെള്ളം എന്ന വാക്കിൽ നിന്നാണ് കറണ്ട് എന്ന് പറയുന്ന ഒരു പദം വരുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കറൻസി എന്ന് പറയുമ്പോൾ അത് വെള്ളവുമായിട്ട് കണക്റ്റഡ് ആണ്. വെള്ളത്തിൽ നിന്നാണ് ഈ കറണ്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിലോട്ട് ഇട്ടു കൊടുക്കാൻ പറഞ്ഞാൽ ലൈഫ് ഇൻ അബൻഡൻസ്, പ്രോസ്പെരിറ്റിയിലോട്ടാണ് നീ എറിഞ്ഞു കൊടുക്കുന്നത്. ഹലോ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിലോട്ട് ഇട്ടു കൊടുക്കുമ്പോൾ നീ പ്രോസ്പെരിറ്റിയുടെ മീതെ നിന്നെ എറിഞ്ഞു കൊടുക്കുക. അവിടെ ദാരിദ്ര്യമില്ല, കടഭാരമില്ല, അവിടെ സമ്പത്ത് കുമിഞ്ഞൊഴുകും. തലമുറകള് തിന്നാലും തീരാത്തത്, അല്ലെങ്കിൽ തലമുറകള്, കർത്താവിന്റെ വചനം അതാ പറയുന്ന, നല്ല മനുഷ്യൻ തലമുറകൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു എന്ന്. എ ഗുഡ് മാൻ ലീവത്ത് ഇൻഹെറിറ്റൻസ് ടു ഹിസ് ജനറേഷൻ. നല്ല മനുഷ്യൻ തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുമെന്നാണ്. ആ ഒരു സമ്പത്തിന്റെ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ആ ഒരു മേഖലയിലേക്ക് നിന്നെ വിട്ടുകൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക. കർത്താവ് ചെയ്യാൻ ശക്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ രണ്ടുപേരുടെ അകം കത്തിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ ആത്മാവ് ഈ ദിവസങ്ങളിൽ കത്തട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ എൻ്റെ കർത്താവിനെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലൈഫിനെ ദൈവത്തിന് തിരിക്കാൻ കഴിയും. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ദൈവത്തിന് ഏറ്റവും ഉന്നതങ്ങളിൽ ദൈവത്തിന് നിങ്ങളെ ആക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ബന്ധങ്ങൾ, നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ബന്ധങ്ങൾ കാണത്തില്ല. ബന്ധങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരു ബന്ധം മാത്രം മതി. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ജനത്തിനെ ഞാൻ ഈ പ്രൊഫറ്റിക് മെസ്സേജിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, വിളികൾ, വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിറവേറട്ടെ. കൂട്ടം തെറ്റിപ്പോകുന്നവരായിട്ടല്ല, അവർ കൂട്ടത്തിലേക്ക് ഓടിക്കേറുന്നവരായി അവരുടെ ആകെ കണ്ണുകൾ തുറക്കട്ടെ. അകക്കണ്ണുകൾ ഈ ദിവസങ്ങളിൽ തുറക്കട്ടെ. എൻ്റെ കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. കൂട്ടം തെറ്റിയതിനെ ദൈവം കൂട്ടത്തിലേക്ക് ചേർക്കുകയാണ്. എനിക്കറിയത്തില്ല ഇതാരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. കൂട്ടം തെറ്റിപ്പോയതിനെ ദൈവം ഓടിച്ച് വെളിപ്പാടിലൂടെ, അകക്കണ്ണോ തുറക്കലിലൂടെ ദൈവം കൂട്ടം തെറ്റിയതിനെ ഓടിച്ച് കൂട്ടത്തിലേക്ക്, അങ്ങനെ വലിയൊരു ചെറിയൊരു തീ അത് പന്തങ്ങളായി മാറുന്ന കണക്ക് അത് സംഭവിക്കുന്ന കൃപയ്ക്കായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ ഒരു അനുഗ്രഹമായി ഇവരുടെ തലമുറകൾക്ക്, ഇവരുടെ മാതാപിതാക്കൾക്ക്, ഇവരുടെ സഹോദരങ്ങൾക്ക്, ഇവരുടെ സഭയ്ക്ക്, സമൂഹത്തിന് ഇവർ അനുഗ്രഹമായി മാറട്ടെ. സംഭവിച്ചതിനായി യേശുവിൻ നാമത്തിൽ ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായിട്ട് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ഒത്തിരി സ്നേഹിക്കുക. കർത്താവിൻ്റെ കൂടെ ചലിക്കുക. കർത്താവിനെ സ്നേഹിക്കുക. വേറെ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വലുതാക്കി വെക്കരുത്. കർത്താവിനെ മുമ്പിൽ വലുതാക്കി വെക്കുക. യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ സ്നേഹിക്കുന്നവരോട് കൂടെ ചേർന്ന് നടക്കുക. God bless you. I love you all. Shalom.